ഓരോ പ്രളയവും വലിയ ദുരിതമാണ് പ്രളയബാധിതർക്ക് സമ്മാനിക്കുന്നത്. അവരെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കുക എന്നത് സമൂഹത്തിൻ്റെ കടമയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജീപ്പേഴ്സ് ക്ലബിൻ്റെ ഭാരവാഹികളോടൊപ്പമാണ്. അവർ ആറന്മുളയിൽ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ ഈ ഓഫ് റോഡ് വാഹനങ്ങളുമായി വളരെ നിർണായകമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിരുന്നു. ഇന്നിപ്പോൾ ഇവർ വീണ്ടും ആറന്മുളയിലേക്ക് കോഴഞ്ചേരിയിലേക്ക് എത്തിയിരിക്കുന്നു. പ്രളയ ദുരിതാശ്വാസ ബാധിതർക്ക് 1000-ഓളം ഭക്ഷ്യക്കിറ്റുകളാണ് അവർ ഇന്ന് നൽകുന്നത്. മന്ത്രി PC വിഷ്ണുനാഥ് ഈ ഭക്ഷ്യക്കിറ്റുകൾ ഏറ്റുവാങ്ങി. ആറന്മുള MLA അബിൻ വർക്കിയും ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ മാതൃകാപരമായിട്ടുള്ളൊരു സേവനമാണ് നടത്തിയത്. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അനുഭവം എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും വളരെ സംതൃപ്തിയുള്ളതാണ്. നമ്മൾ ഇവിടെ ഇത് രക്ഷാപ്രവർത്തനത്തിന് എത്തിയപ്പോഴും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ കിറ്റ് വിതരണത്തിന് വന്നപ്പോഴും നമ്മുടെ ആറന്മുള MLA അബിൻ വർക്കി സാറും അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടിംഗ് സ്റ്റാഫും മിനിസ്റ്റർ PC വിഷ്ണുനാഥ് സാർ എല്ലാവരും ഞങ്ങൾക്ക് വളരെയധികം നല്ല സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി തന്നിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാനും പറ്റിയെന്നുള്ളതാണ്. 4 ദിവസം നമ്മൾ ക്യാമ്പ് ചെയ്താണ് ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തിയത്. പിന്നെ അന്നത്തെ ആ കാഴ്ചകൾ കണ്ടിട്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പോയി ഇത്രയും 1000-ഓളം കിറ്റുകൾ സമാഹരിച്ച് ഇവിടെ വിതരണത്തിനായിട്ട് കൊണ്ടുവന്നു. അത്രയൊക്കെ ചെയ്യാൻ കഴിഞ്ഞു നമുക്ക്. ആറന്മുളയെ മറക്കാൻ കഴിയില്ല, അനുഭവം മറക്കാൻ കഴിയില്ല അല്ലേ? തീർച്ചയായിട്ടും ആറന്മുളയെ മറക്കാൻ കഴിയില്ല. അന്ന് വന്ന സമയത്തെന്ന് വെച്ചാൽ നമ്മൾ വരുന്ന സമയത്ത് ഇങ്ങോട്ട് പോകാനേ പറ്റുന്നില്ല. വെള്ളമാണോ വലിയ കുഴിയാണോ എന്താണെന്നും കായൽ പോലെ കിടക്കുന്നൊരവസ്ഥയായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ ഇപ്പം ഒരുപാട് മാറി. കഴിഞ്ഞ ദിവസം വന്നപ്പം അവിടെ വെള്ളമെല്ലാം മാറി എല്ലാവരും ഒരു സാധാരണ നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതിൽ നമുക്ക് വളരെ സന്തോഷമാണ്. ഇന്ന് വളരെ പെട്ടെന്ന് വാഹനത്തിൽ നിങ്ങൾ കയറ്റി സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിച്ച ആളുകളെ വീണ്ടും കണ്ടിരുന്നു. അവർ വളരെ സന്തോഷമായിട്ട് വന്ന് കൈപിടിച്ച് സംസാരിക്കുകയും നിങ്ങൾ ഉണ്ടായോണ്ടെന്ന് രക്ഷപ്പെട്ടു. എന്നുവെച്ചാൽ ഒരിടത്തും നമ്മൾ ബോട്ടിലാണ് ഒരു കാല് ഒടിഞ്ഞൊരു സ്ത്രീയെ കൊണ്ടുവന്ന് നമ്മളുടെ വണ്ടിക്കകത്ത് കയറ്റിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അവരെയൊക്കെ പിന്നെ കണ്ടിരുന്നു. അത് വളരെ സന്തോഷമായിട്ടാണ്. ഒരു മനസ്സിൽ നല്ല സംതൃപ്തി ഉണ്ടല്ലേ? ഇപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വളരെയധികം സംതൃപ്തിയുണ്ട്. നമ്മൾ ഇനിയും എന്തെങ്കിലും ഇതുപോലുള്ള ഫ്ലഡുകളോ എന്ത് വന്നാലും നമ്മൾ ജനത്തിൻ്റെ കൂടെ അല്പം കൈകോർക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഞങ്ങളുടെ ക്ലബിൻ്റെ ഒരു ഇതാണത്, ഒരു അജണ്ടയാണത്. ഈ തിരുവനന്തപുരം ജീപ്പേഴ്സ് ക്ലബിൻ്റെ ഈ പ്രവർത്തകരെ ഒരുപക്ഷെ അന്ന് ഒരു ദുരിതം അനുഭവിച്ച് പെട്ടെന്ന് രക്ഷപ്പെട്ട ആളുകൾ ഒരിക്കലും മറക്കില്ല. ആ അനുഭവമാണ് അവരിപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അവർ ഭക്ഷ്യക്കിറ്റുകളും ഇന്നിപ്പോൾ ഈ പ്രളയ ദുരിതബാധിതർക്കായി എത്തിച്ചിരിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.